ഇതൊക്കെ സിങ്കോണിയത്തിൻ്റെ തൈകളാണ്. ഇതൊക്കെ നമ്മൾ 30 രൂപ ലാഭിക്കുന്നത്. ഇത് 8-10 വെറൈറ്റിയോളം നമ്മുടെ അടുത്ത് ഇതിൻ്റെ ഉണ്ട്. എല്ലാം 30 രൂപ. അതെ. ഹായ്, നമസ്കാരം. ഷെജി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു നഴ്സറിയിലാണ്. അതായത് ഇൻഡോർ പ്ലാന്റുകൾ മാത്രം വിൽക്കുന്ന ഒരു നഴ്സറിയാണിത്. വളരെ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റുകൾ ഇവിടെ ലഭ്യമാണ്. വെറും 30 രൂപ മുതൽ മുകളിലേക്കുള്ള വിലയ്ക്കുള്ള ചെടികൾ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അതിനുമുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള തോക്കുപാറയാണ്. അവിടെയാണ് നമ്മുടെ ഈ നഴ്സറി ഉള്ളത്. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഈ നഴ്സറിയുടെ ഉടമ ഷിജിത്താണ്. നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ചോദിക്കാം. എന്തൊക്കെ തരത്തിലുള്ള ചെടികളാണ് ഇവിടെ ഉള്ളത്, അതെങ്ങനെയാണ് ഇതിൻ്റെ സെയിൽ, എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. എത്ര നാളെ നമ്മൾ ഈ തുടങ്ങിയിട്ട് നമ്മൾ നഴ്സറി തുടങ്ങിയിട്ട് ഇപ്പോൾ 1.5 വർഷത്തോളമായി. എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ? കുഴപ്പമില്ലാതെ പോകുന്നു. നമുക്ക് ഇൻഡോർ പ്ലാന്റുകളാണ് കൂടുതലായിട്ട് സെയിൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്തൊക്കെ വെറൈറ്റി ഉള്ളത് ഈ പ്ലാന്റുകൾ എന്ന് പറയാമോ? നമുക്ക് ഇവിടെ കൂടുതലായിട്ടുള്ളത് ഫിലോഡെൻഡ്രോൺ, പിന്നെ കലാത്തിയ, സിങ്കോണിയം, ബിഗോണിയുടെ ഒക്കെ വെറൈറ്റീസ് ആണ് കൂടുതലായിട്ട്. ഫിലോഡെൻഡ്രോൺ അതിൽ പല വെറൈറ്റീസ് പല വെറൈറ്റി ഉണ്ട്. ബിഗോണിയുടെ പല വെറൈറ്റികളുണ്ട്. സിങ്കോണിയത്തിൻ്റെ പല വെറൈറ്റികളുണ്ട്. അഗ്ലോണിമ, കാക്ടസ്, സെക്കുലൻ്റ്. കാക്ടസ് ഒരുപാട് ടൈപ്പ് ഉണ്ടല്ലേ? പല ടൈപ്പ് ഉണ്ടല്ലേ? ഉണ്ട്. ഇത് ആഫ്രിക്കൻ വയലറ്റ് ആണ്. നമുക്കിത് ഇൻഡോറായിട്ട് വയ്ക്കാവുന്ന ചെടിയാണ്. ഇതിങ്ങനെ വലിയ വളർച്ചയൊന്നുമില്ല, ഇത്ര തന്നെ. നിറച്ച് പൂവുണ്ട്. ഇത് പൂവായി വരുന്നതാണ്. ഇവിടെ ഈ ഹാങ് ചെയ്തിട്ടുണ്ടല്ലോ, ഇതൊക്കെ ഏത് വെറൈറ്റി? ഇതെല്ലാം ഫിലോഡെൻഡ്രോണിൻ്റെ വെറൈറ്റികളാണ് ഈ കാണുന്നതെല്ലാം. ഇത് പല ടൈപ്പ് ഉണ്ടല്ലോ? പല ടൈപ്പുകളുണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഇതിപ്പോൾ ഒരു യെല്ലോ കളറിൽ പറഞ്ഞുണ്ട്. ഇതിപ്പോൾ ഹാങ്ങിങ് പ്ലാന്റുകളായിട്ടാണ് എല്ലാം ചെയ്തേക്കുന്നത്. അത് ക്രീപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ക്രീപ്പർ ക്രീപ്പറായിട്ട് നമ്മളിങ്ങനെ സപ്പോർട്ട് കൊടുത്ത് കയറ്റിടാൻ പറ്റും. ഇത് അങ്ങനെയും ചെയ്യാം, രണ്ട് രീതിയിലും ചെയ്യാം. ഇത് അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. അതെ. ഇതിനൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? 150 മുതൽ സ്റ്റാർട്ടിങ്. ഇതിൻ്റെ വേറെ ഉണ്ടോ? വേറെ വെറൈറ്റി ഉണ്ടോ? അതുകൊണ്ട് കാണിക്കാം. ഇത് ഫിലോഡെൻഡ്രോൺ തന്നെ നമുക്ക് ഹാങ്ങി അല്ലാതെ നമുക്ക് ഇങ്ങനെ കയറ്റി വിടാം. ഇങ്ങനെ ചെയ്യാം. ഇത് ഫിലോഡെൻഡ്രോൺ. അതെ. ഇതെല്ലാം ഫിലോഡെൻഡ്രോണിൻ്റെ വെറൈറ്റിയാണ്. ഇത് മണിപ്ലാന്റ് ആണ്. മണിപ്ലാന്റ് ഇത് രണ്ടും കണ്ട് ഒരുപോലെ തന്നെ വരും, പക്ഷേ ഇതിൻ്റെ ഇല തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് മണിപ്ലാന്റും ഇത് ഫിലോഡെൻഡ്രോണും ആണ്. ഇതും ഫിലോഡെൻഡ്രോൺ തന്നെയാണ്. അതിൻ്റെ വേറെ വെറൈറ്റി. ഇത് ഫിലോഡെൻഡ്രോൺ തന്നെ ഒരു വെറൈറ്റിയാണ്. നമുക്കിങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ ബുഷായിട്ട് വളർത്താവുന്നതാണ്. ഹാങ്ങിങ് അല്ലാതെ ചട്ടിയിൽ വളർത്താവുന്നതാണ്. ഇവിടെ നമുക്ക് അഗ്ലോണിമ, കലാത്തിയ ഇവിടെ വെറൈറ്റി ഇവിടെ ഇരിപ്പുണ്ട്. പെപ്പറോമിയുണ്ട്. ഇത് അഗ്ലോണിമയാണ്. ഇതൊക്കെ നമ്മൾ ഒരു 75 രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത്. ഇത് ഡിമാൻഡുള്ള ഐറ്റം ആണ്. അതെ. ഇതൊരു കാണാനായിട്ട് ഭംഗിയുണ്ട്. ഇത് ഒരുപാട് വളരും, ഇത്രയും തന്നെ? കുറച്ചുകൂടെ വളരും, എന്നാലും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ. അതെ. ഇത് ഏതായിരുന്നു? ഇത് ഈ ചെടി പെപ്പറോമിയാണ്. പെപ്പറോമിയുടെ വെറൈറ്റിയാണ് ഇതെല്ലാം. ഇത് രണ്ടും അല്ലേ? അത് രണ്ടും. ഇത് ഒരുപാട് വിലയുള്ള ചെടിയാണോ? ഇതിപ്പോൾ നമ്മളിത് 50 രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത്. ഒരു ചെടി 50 രൂപ അല്ലേ? അതെ. പെപ്പറോമിയുടെ തൈകൾ പ്ലാന്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു കുറച്ചുകൂടെ വളർച്ച എത്തിക്കഴിഞ്ഞിട്ട് മാത്രമാണ് ഇത് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു എന്താ പറയുക, ഇപ്പോൾ തൈകൾ നട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഈ കാണുന്നത് ഈ ഫേൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതൊക്കെ വെറും 50 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്. ഇതൊരു ചട്ടിയിലൊക്കെ നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ നല്ല റൗണ്ടായിട്ട് വളർന്ന് വരുന്ന ഒരു പ്ലാന്റാണിത്. ഇത് അഗ്ലോണിമ. ഇതൊക്കെ കലാത്തിയുടെ വെറൈറ്റീസ് ആണ്. അതെല്ലാം കലാത്തിയ. ഇതും അതെ അല്ലേ? ഈ കാണുന്ന പ്ലാന്റ് കലാത്തിയാണ്. ഇതൊക്കെ സിങ്കോണിയത്തിൻ്റെ തൈകളാണ്. ഇതൊക്കെ നമ്മൾ 30 രൂപ ലാഭിക്കുന്നത്. ഇത് 8-10 വെറൈറ്റിയോളം നമ്മുടെ അടുത്ത് ഇതിൻ്റെ ഉണ്ട്. എല്ലാം 30 രൂപ. അതെ. ഇപ്പോൾ ഈ ഭാഗത്ത് കാണുന്നത് ചില മദർ പ്ലാന്റ്സ് ആണ്. ഇതൊരു വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതല്ല. ഇത് ഇതിൻ്റെ തൈകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ സൂക്ഷിക്കുന്ന ചെടികളാണ് ഈ കാണുന്നത്. പലതരത്തിലുള്ള ചെടികൾ ഇവിടെയും ക്രമീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് നിസ്സാര വില മുതൽ 1000 രൂപ വരെ വില വരുന്ന അലങ്കാര ചെടികളാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഭാഗത്തും ചില ഹാങ്ങിങ് പ്ലാന്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കാരണം നല്ല മനോഹരമായ രീതിയിലാണ് ഇദ്ദേഹം ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേറെ ഏത് വെറൈറ്റി ആയിരുന്നുള്ളത്? ബിഗോണിയുടെ വെറൈറ്റികളാണ് പിന്നീടുള്ളത്.
അതിൻ്റെ മദർ പ്ലാന്റും പിന്നെ അതിൻ്റെ തൈകളും ഇവിടെ ഇരിപ്പുണ്ട്. അത് ഒരുപാട് വെറൈറ്റികളുണ്ട്. പിന്നെ നമ്മൾ കുറേ വെറൈറ്റികൾ വീട്ടിൽ പ്ലാന്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതാകുന്നതനുസരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. അത് 75 രൂപ വരെയുള്ള തൈകളുണ്ട് സ്റ്റാർട്ടിങ്. അതെ. ബട്ടർഫ്ലൈ ഫിറ്റോണിയ പ്ലാന്റുകളുണ്ട്. അതൊക്കെ നമ്മൾ 50 രൂപ സെയിൽ ചെയ്യുന്നത്. ബട്ടർഫ്ലൈ ഫിറ്റോണിയ ഡിമാൻഡുള്ള ചെടികളാണ്. നമുക്കിപ്പോൾ ഈ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ കൊടുക്കാൻ പറ്റിയ തൈകൾ ഏതൊക്കെയാണ്? സിങ്കോണിയത്തിൻ്റെ തൈകളുണ്ട്. 8-10 വെറൈറ്റികളോളം ഉണ്ട്. അതൊക്കെ നമ്മളൊരു 30 രൂപ റേഞ്ചിലാണ് കൊടുക്കുന്നത് തൈകൾ. അപ്പോൾ ഈ ഇൻഡോർ പ്ലാന്റുകൾ സെറ്റ് ചെയ്യുന്നതിനുള്ള പോട്ടുകൾ, അതുപോലെ അതിൻ്റെ സ്റ്റാൻഡുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഒന്ന് ചോദിക്കാം. ഇത് സെറ്റ് ചെയ്യുന്നതിനുള്ള ഈ പോട്ടുകളൊക്കെ നമ്മൾ സെയിലുണ്ടല്ലോ അല്ലേ? അതിൻ്റെ കാര്യങ്ങളെന്ന് പറയാം. പൈൻവുഡിൻ്റെ സ്റ്റാൻഡുകളുണ്ട്, പ്ലാസ്റ്റിക് പോട്ടുകൾ, ഇൻഡോർ പോട്ടുകൾ, സെറാമിക്, ഫൈബർ ഗ്ലാസ് പോട്ടുകളൊക്കെ ഉണ്ട്. പല വെറൈറ്റി ആയിട്ട് പോട്ടുകളുണ്ട് അല്ലേ? 10 രൂപയുള്ള പ്ലാസ്റ്റിക് പോട്ടുകളുണ്ട്. 10 രൂപ ഉണ്ടല്ലേ സ്റ്റാർട്ടിങ്? അതെ. പിന്നെ ഇൻഡോർ പ്ലാന്റിൻ്റെ പോട്ടുകളുണ്ട്. അതൊക്കെ 30 രൂപ 50 രൂപ മുതലുള്ള പോട്ടുകൾ. പിന്നെ സെറാമിക് പോട്ടുകളുണ്ട്. സെറാമിക് ആണെങ്കിൽ കുറച്ച് വില കൂടും. പിന്നെ ഈ സ്റ്റാൻഡ് നമുക്കുള്ള സ്റ്റാൻഡ് പൈൻവുഡിൻ്റെ സ്റ്റാൻഡുകളാണ്, ചെടികളൊക്കെ വയ്ക്കാനുള്ള സ്റ്റാൻഡുകൾ. ഈ കാണുന്നത് ഇൻഡോർ പാംസ് ആണ്. ഇത് മിക്ക ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു അലങ്കാര ചെടിയാണ്. കാരണം ഇതിന് കൂടുതൽ പരിചരണമൊന്നും ആവശ്യമില്ല. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വളരെ നിസ്സാരമായിട്ട് എളുപ്പത്തിൽ വളർത്താനായിട്ട് സാധിക്കുന്ന ഒരു പ്ലാന്റാണിത്. ഇത് അതിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? മൂന്നാറിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകൾ വന്ന് ചെടികൾ പർച്ചേസ് ചെയ്യാറുണ്ട്. പിന്നെ അവിടെയുള്ള അടുത്തുള്ള നഴ്സറികളിൽ നിന്ന് ഹോൾസെയിൽ വന്ന് മേടിക്കാറുണ്ട്. ഹോൾസെയിൽ ചെയ്യുന്നുണ്ട്. ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഓൺലൈൻ സെയിൽ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. കോൺടാക്ട് ചെയ്യുന്നവർക്ക് ഓൺലൈനായിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷിജിത്ത് ഈ ഐറ്റംസ് എല്ലാം തന്നെ ഓൺലൈനിൽ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ള ആളുകൾക്ക് ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.